ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു കൊളംബിയൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ലോസ് ഇൻസിയാഡോസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ജേർണലിസ്റ്റ് മരണപ്പെടുന്നു, പക്ഷെ പോലീസ് അത് സൂയിസൈഡ് ആണെന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ തൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള ഹീറോ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ആ ജേർണലിസ്റ്റിന്റെ ഡെഡ് ബോഡി പോലും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലാന്ന്. അതേപോലെ തന്നെ ആ നാട്ടിലുള്ള ഒരുപാട് പേരെയും കാണാനില്ല എന്നുള്ള കാര്യവും ഇതിലൂടെ തന്നെ ഹീറോ മനസ്സിലാക്കി തുടങ്ങുന്നതും. ഇതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടെസ്റ്റുകൾ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിലെ നല്ല മഴ പെയ്യുന്നൊരു രാത്രി, അതേസമയം റോഡിലെ തന്റെ പോലീസുകാരനടുത്തായിട്ട് ഒരു പോലീസുകാരൻ റെയിൻകോട്ടെല്ലാം ഇട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അയാളുടെ അടുത്തേക്ക് വേറൊരാൾ നടന്നു വരുന്നു. എന്നിട്ട് ആ പോലീസുകാരനോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഫ്രാങ്ക്. അപ്പോൾ ഹീറോ ആ പോലീസുകാരനോട് ചോദിക്കുന്നത്, ഞാനത് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ ആ പോലീസുകാരൻ പറയും, ഇല്ല, കാണാനായിട്ട് അനുവാദം ഇല്ല എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും, നിങ്ങളത് കാണാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഞാൻ എന്തായാലും എഴുതും. ഹീറോ ഒരു ജേർണലിസ്റ്റ് ആണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഒരു പോലീസുകാരൻ അതിന് സമ്മതിക്കുന്നതും ഹീറോ ഇപ്പോൾ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഫ്രാങ്ക് കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ടെന്റ് ഉണ്ട്. അതിനകത്ത് രണ്ടുപേരും മരിച്ചു കിടക്കുന്നു. രണ്ടുപേരും കപ്പിൾസാണ്. ഈ കാര്യം ഫ്രാങ്ക് തന്റെ റെക്കോർഡർ എടുത്തിട്ട് അതിൽ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ആ പെണ്ണ് കയറി പിടിക്കുമ്പോൾ ആ പെണ്ണിന് ജീവനുണ്ട്. അപ്പോഴും തന്നെ ഹീറോ ആംബുലൻസിൽ വിളിക്കും. അപ്പോഴാണ് ആ ഒരു പെണ്ണ് ഫ്രാങ്കിനോട് പറയുന്നത്, ഞങ്ങൾ 3 പേരും മരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നും പറഞ്ഞ് ആ പെണ്ണ് മരിക്കുകയാണ്. അപ്പോൾ ഹീറോ വിചാരിക്കും, അല്ല 2 പേരല്ലേ ഉള്ളൂ, ഇതിപ്പോൾ 3 പേരുണ്ടെന്ന് എങ്ങനെയാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ആ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റുമ്പോഴത്തേക്കാണ് പാവം അതിനകത്തൊരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞും മരിച്ചിരുന്നു. അതുപോലെ അടുത്ത് 2 കപ്പും വെച്ചിട്ടുണ്ട്. മഴവെള്ളം വീഴുന്നത് പോലെയാണ് അത് വെച്ചേക്കുന്നത്. അങ്ങനെ ഇതുകൂടി ആവുന്നതും ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു പോലീസുകാരനോട് വന്ന് സംസാരിക്കുകയാണ്. ആ വിഷമുള്ള ആ മഴവെള്ളം കുടിച്ചതുകൊണ്ടാണ് ആ ഫാമിലി തന്നെ മരിച്ചുപോയത്. നിങ്ങൾ നല്ലതുപോലെ നോക്കിയിരുന്നെങ്കിൽ ആ ഒരു ലേഡിയെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് ഫ്രാങ്ക് അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്ലിംഗ് ഉണ്ടല്ലോ, അതാണ്. അപ്പോഴാണ് ലേഡി മസക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി അവിടേക്ക് വരുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഉരുക്ക് ശരീരം പോലത്തെ ശരീരം. അപ്പൊ ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനാണ്. അപ്പൊ എന്തായാലും ഹീറോയിൻ ഓക്കെയാണ്. വില്ലന്മാരെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട് ഹീറോയിൻ മതി. അതെന്താവുമെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കണ്ട് മനസ്സിലാകാം. അങ്ങനെ ഓപ്പോസിറ്റുള്ള ഒരു ലേഡിയായിട്ട് നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാണ്. ചുമ്മാതെയൊന്നും അല്ല, ആ ഒരു ലേഡിയെ പിടിച്ചിട്ട് കുടഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഹീറോയിൻ ജയിക്കുന്നതും ഇപ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ ഓടിയിട്ടിട്ട് ഒരുത്തൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഇവൻ ആരാണെന്ന് ഇപ്പോൾ നമുക്കറിയത്തില്ല. പക്ഷെ ഹീറോയിൻ ജയിക്കുമ്പോഴത്തേക്കും അവൻ കൈയും അടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ കാസുമ എന്ന് പറഞ്ഞൊരു വലിയ സിറ്റി, അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് വെള്ളം വരാനുള്ള നീരുറവുകളെല്ലാം വറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളമില്ലാതെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് അത് കാരണം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖമെല്ലാം വന്നിട്ട് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. കൂടാതെ അവിടെ പെയ്യുന്ന മഴയാണെങ്കിലോ ആസിഡ് മഴയാണ്. അതുകൊണ്ട് ആ വെള്ളവും അവർക്ക് കുടിക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ആസിഡ് വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അവര് മരണപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ ആ ഒരു റെസ്ലിംഗ് മാച്ച് കണ്ടുകൊണ്ടിരുന്ന ഹൂടിയിട്ടിട്ട് ഒരാളുണ്ടല്ലോ, അയാളിപ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അത് വേറെ ആരുമല്ല, ഈ ഒരു സിറ്റിയിലെ മേയറാണ്. ഇപ്പോൾ അവൻ മാധ്യമങ്ങളോട് പറയുന്നത് വേറെ ഒന്നുമല്ല, കാശ്മീരിലെ ഈ ഒരു വെള്ളത്തിന്റെ പ്രശ്നം മാറ്റാൻ വേണ്ടി പുതിയൊരു പദ്ധതി ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു റിപ്പോർട്ടർ ലേഡി പെട്ടെന്ന്, ഇതിന് നിന്റെ അച്ഛന്റെ അനുമതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു റെസ്ലിംഗ് മാച്ച് കഴിഞ്ഞ് ഹീറോയിൻ തിരിച്ചു പോകുമ്പോൾ അവളുടെ സുഹൃത്തായിട്ടുള്ള മോണി വന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. മോണി ഒരു ജേർണലിസ്റ്റ് ആണ്. ഇപ്പോൾ അവൾ പുതുതായിട്ട് കണ്ടുപിടിച്ചൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി കാണാതായി. ആ വീടും ഇപ്പോൾ എംടി ആണ്. അതിനെപ്പറ്റി എനിക്ക് ഫ്രാങ്കിനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിൻ പറയും, ഏയ്, ഫ്രാങ്ക് ഒരു കുടിയനായിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്, അവനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് അവളെ അഡ്വൈസ് ചെയ്യാണ്. ആ സമയത്ത് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, മോണി നിന്നോടൊപ്പം ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മോണി പറയും, ഇല്ല, നീ നിന്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം തന്നെ പോകാൻ പറഞ്ഞ് അവൾ എവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രാങ്കിനെ കാണിക്കുമ്പോൾ അവൻ നല്ലതുപോലെ മദ്യവെച്ച് ഗാംബ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോണി അവിടേക്ക് വന്ന് അവനെ കണ്ടിട്ട് ഇപ്പോൾ രണ്ടുപേരും നടന്നു പോകുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ഫ്രാങ്ക് ചോദിക്കും, അല്ല ഇപ്പൊ എന്തിനാ എന്നെ കാണാമെന്നേ ചോദിക്കുമ്പോൾ, ആ നാട്ടിലെ ഒരുപാട് പേരെ കാണാതാവുന്നുണ്ട്, അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേസിനെ പറ്റി എനിക്ക് അന്വേഷിക്കാൻ വേണ്ടി നിന്റെ സഹായം ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നീ അവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നതും ഫ്രാങ്ക് ഇപ്പോൾ ഓവറായിട്ട് മദ്യപിച്ചതുകൊണ്ട് തന്നെ മോണിയോട് പറയും, സോറി, എനിക്കിപ്പോൾ ഇതിനോട് സംസാരിക്കേണ്ട താല്പര്യമില്ല, നീ തന്നെ അത് കണ്ടുപിടിച്ച് പബ്ലിഷ് ചെയ്യ്,
നമുക്ക് എന്തായാലും നാളെ കാണാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക് അവിടെ നിന്ന് നടന്നു പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അത് വേറെ ആരുമല്ല, ആ ഒരു മേയറാണ്. അതുകൊണ്ടാണ് ഇവൻ ആ ഒരു മാച്ച് കാണാൻ തന്നെ വന്നത്. ഇപ്പോൾ ഹീറോയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ അച്ഛൻ കാരണമാണ് താനും ഒരു റെസ്ലർ ആയത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മേയർ ഹീറോയിന് വേണ്ടിയിട്ട് ഒരു മാസ്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ ഇത് കണ്ട ഹീറോയിൻ നല്ല സന്തോഷമായിട്ട് അവൾ പറയുന്നുണ്ട്, അടുത്ത മാച്ചിൽ ഞാൻ എന്തായാലും ഈ മാസ്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞ് ആ സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മോണി ഉണ്ടല്ലോ അവളെ തന്നെ കാണിക്കുകയാണ്. ഇപ്പോൾ മോണിയും ഹീറോയിനും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഉള്ളത് ആ ഒരു മേയറിനോടൊപ്പമാണല്ലോ, അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് മാത്രമാണ് തനിയെ വീട്ടിലുള്ളത്. അങ്ങനെ അവൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവരുടെ ഡോറിൽ ആരും നല്ലതുപോലെ തട്ടുന്നത് പോലെ ഇത് കണ്ട മോണി പേടിച്ചിട്ട് ഒരു ബോക്സ് കട്ടർ ഉണ്ട്, അതെടുത്ത് കയ്യിൽ വെച്ചേക്കും. കുറേ നേരം അവിടെ ആ ഒരു തട്ടലും ബഹളവും എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത്, ആരാണ് വന്നതെന്നൊന്നും നമുക്കിപ്പോൾ കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് തിരിച്ചു വരുമ്പോൾ വീടിന് മുന്നിൽ പോലീസും ആളുകളെല്ലാം നിൽക്കുന്നു. അതുപോലെ ഒരു ബോഡിയും ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ട്. ഹീറോയിൻ വന്ന് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഒരു പെണ്ണ് 3ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി എന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പൊ എന്ത് നടന്നെന്ന് മനസ്സിലാവാതെ അവിടെ നേരെ റൂമിലേക്ക് പോയി നോക്കുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ മോണി ഉണ്ടല്ലോ അവള് മരിച്ചെന്നുള്ള ആ ഒരു കാര്യം ഇപ്പോൾ ഹീറോയും ന്യൂസിലൂടെ മനസ്സിലാക്കുന്നു. ഇത് കണ്ട ഹീറോ നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം അവളെ കാണാന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ചത് കൂടിയാണ്. അപ്പൊ അതുകൂടിയാവുന്നതും ഇപ്പോൾ ഫ്രാങ്ക് നല്ലതുപോലെ മദ്യവെച്ച് വീട്ടിൽ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് കാർമൻ എന്ന് പറഞ്ഞ ഒരു ലേഡി അവനോട് വന്ന് സംസാരിക്കുന്നത്. ഇതുവേറെ ആരുമില്ല, ഫ്രാങ്കിന്റെ സഹോദരിയാണ്. അതുമല്ല ഫ്രാങ്കിന് ബൈപോളാർ ഡിസീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണമെന്നും ആ സഹോദരി പറയുന്നുണ്ട്. ഏയ് നിനക്കിപ്പോൾ ഈ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ മോണിയുടെ കേസ് നീ എന്തായാലും അന്വേഷിച്ചാൽ മതിയാവുമെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും ഇല്ല, ഞാനൊരു വേസ്റ്റാണ്, എന്നെ കൊണ്ട് അതൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ സഹോദരിയാണെങ്കിൽ അവനെ മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും എന്തായാലും ഫ്രാങ്ക് തീരുമാനിക്കുകയാണ് ഈ ഒരു കേസിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാന്ന്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മുടെ ഫ്രാങ്ക് നേരെ പോകുന്നത് ഒരു പബ്ബിലേക്കാണ്. അവിടെ ചെന്ന് കാണിക്കുമ്പോൾ ഹീറോയിൻ ഉണ്ടല്ലോ അവളുടെ ചില സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് ഇതുപോലെ മോണിയുടെ മരണം അതിനെന്തായാലും ഞങ്ങൾക്കൊരു ന്യായം കണ്ടുപിടിച്ചേ മതിയാവൂ അവൾക്ക് ഈ കേസിൽ, കാരണം അതൊരു സൂയിസൈഡ് അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഫ്രാങ്കിനും ഹീറോയിനും അറിയാം മോണി ഒരിക്കലും സൂയിസൈഡ് ചെയ്യുന്ന ഒരാളല്ലാന്ന്. എന്നിട്ട് ഫ്രാങ്ക് ഹീറോയിനോട് പറയുന്നുണ്ട് അന്ന് മോണി എന്നോട് ഒരു സഹായം ചോദിച്ചു വന്നിരുന്നു, അടുത്ത ദിവസം ഞങ്ങൾ കാണാമെന്ന് കൂടി പറഞ്ഞാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, മോണിയുടെ ശരീരം ഇപ്പോൾ കാണാനില്ല, അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഫ്രാങ്ക് നേരെ പോകുന്നത് ഹീറോ ഡെഡ് ബോഡി എല്ലാം വെക്കുന്ന ആ ഒരു മോർച്ചറി ഉണ്ടല്ലോ അവിടേക്കാണ്. അവിടെ ചെന്നിട്ട് അല്ല ഇവിടേക്ക് വരുന്ന ഈ ഒരു ഡെഡ് ബോഡിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടോ എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മോണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ശരീരം ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളാണെങ്കിലോ ലിസ്റ്റ് എല്ലാം പരിശോധിച്ചിട്ട് അതിൽ മോണി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പോലും ഇല്ലാന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പോലീസിനോട് ചോദിക്കാൻ പറയുന്നതും ഇപ്പോൾ ഫ്രാങ്ക് നേരെ പോകുന്നത് സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പോലീസുകാരനോട് അവൻ പോയി സംസാരിച്ചെന്നല്ലോ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്രാങ്ക് ആ ഒരു പോലീസുകാരനോട് ചോദിക്കും ഇല്ല എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള മോണിക്കയുടെ ബോഡി എങ്ങനെയാ മിസ്സായെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി പറയുന്നില്ല, അതിലെന്തൊക്കെ ഒളിപ്പിക്കുന്നത് പോലെ. അപ്പോൾ ഹീറോ പറയും അല്ല നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയത്തില്ലേ, ആരോ ഒരാൾ മോണിക്കയെ കൊന്നിട്ട് അതൊരു സൂയിസൈഡ് ആണെന്ന് വരുത്തി തീർത്തു, ഇപ്പോൾ നിങ്ങളും അത് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ആ പോലീസുകാരൻ ഹീറോയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നിന്റെ ഫ്രണ്ട് ഏതോ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത്, അടുത്തത് നീ ഒന്ന് സൂക്ഷിച്ചെന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ മോണിക്ക ആലോചിച്ചിട്ട് അവൾ നല്ലതുപോലെ വിഷമിക്കും. അതുപോലെ ഇവളുടെ വീട്ടിൽ നിൽക്കാണ്. ആ സമയത്താണ് ആ ഒരു ബോക്സ് കട്ടർ ഉണ്ടല്ലോ അത് ടേബിളിനടിയിൽ കിടക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അതിലാണെങ്കിൽ രക്തവും പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട ഹീറോയിൻ നല്ലതുപോലെ ഷോക്കാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മേയർ വെറോണിക്ക എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേയറിന് ഹീറോയിനുണ്ട്. ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേയർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അതുമല്ല മേയറും മേയറിന്റെ അച്ഛനും തമ്മിൽ ഈ രാഷ്ട്രീയപരമായിട്ട് അത്ര ഒത്തുചേർന്ന് പോകത്തില്ല, രണ്ടുപേരും രണ്ട് രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഈ കാര്യത്തെ പറ്റിയെല്ലാം വെറോണിക്കയോട് മേയർ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ചു പോകുമ്പോൾ ഹീറോയിൻ ഉണ്ടല്ലോ അവളിപ്പോ തന്റെ ബൈക്ക് കൊടുത്ത് ഈ ഒരു മേയറിന്റെ കാറ് ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്നതും മേയറിന് മനസ്സിലായി തന്നെ കാണാനാണ് അവൾ വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ മറ്റാരും കാണാതെ ഇപ്പോൾ മേയർ നമ്മുടെ ഹീറോയിനോട് വന്ന് സംസാരിക്കുമ്പോൾ ഹീറോയിൻ തന്റെ സുഹൃത്തിന്റെ ആ ഒരു മരണത്തിൽ പോലീസ് അന്വേഷണം നടത്തണം, അതിന് നീ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ മേയറിനെ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മേയർ പറയും സോറി എനിക്കും നല്ല രീതിയിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഈ നാട്ടിലെ സിസ്റ്റം അത്ര ശരിയല്ല, അതുകൊണ്ട് ഇപ്പോൾ ഈ കേസിൽ സഹായിക്കാനായിട്ട് മേയറിനെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക് ഉണ്ടല്ലോ അവൻ ഹീറോയിനെ കാണാൻ വന്നേക്കാണ്. എന്നിട്ട് മോണിക്കയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അതുമല്ല ഹീറോയും മോണിക്കയും ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതുമല്ലാതെ ഹീറോയിനും അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു മാഗസീനിൽ ഹീറോയിനെ പറ്റി മോണിക്ക എഴുതിയിരുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായത്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു ബോക്സ് കട്ടർ ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ദേ ഇത് നോക്ക്, ഇതിലെ രക്തക്കറയുണ്ട്, ആരോ ഒരാള് അന്ന് രാത്രി വീട്ടിലേക്ക് വന്നിട്ട് മോണിക്കയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അതുമല്ല നമ്മുടെ നാട്ടിലെ
ഒരുപാട് ആളുകളെയും കാണാനില്ല. അതിനെപ്പറ്റിയുള്ളൊരു കേസാണ് മോണിക്ക അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് തന്നെയാണ് അവളെ കൊന്നതും. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും എന്ന് മനസ്സിലാക്കിയ ഹീറോ ഇപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ ഫയലും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് മോണിക്കയുടെ ഒരു ഫോട്ടോ അവന് കിട്ടുന്നത്. അതില് ഒരു മതപരമായിട്ടുള്ളൊരു സിമ്പൽ അടങ്ങിയ മാല അവള് ധരിച്ചിരിക്കുന്നതായിട്ടും ഹീറോ കണ്ടുപിടിക്കും. അപ്പോൾ ഹീറോയും പറയും, ഫ്രാങ്ക്, മോണിക്ക ഇടയ്ക്കിടയ്ക്ക് ഫാദർ ലിസാറോ എന്ന് പറഞ്ഞൊരു ആളെ കാണാൻ പോകുന്നുണ്ട്. അയാളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാദർ ലിസാറയെ കാണിക്കുമ്പോൾ ഒരുപാട് അഗതികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാവരെയും തന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവിടെ വെച്ച് തന്നെ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി പാക്കറ്റിലായിട്ട് വെള്ളവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അല്ല ഫാദർ, ഇത്രയും വെള്ളം നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഫാദർ അതിന് മറുപടി കറക്റ്റായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഫാദർ കൊണ്ടുവന്ന് ഈ ഒരു ആളുകളെയാണോ കാണാതായത്, ഫാദറാണോ യഥാർത്ഥ കൊലയാളി, ഇതൊക്കെ ഇപ്പോൾ ഒരു സംശയമായിട്ട് നമുക്ക് മാത്രം തോന്നുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രാങ്ക് നേരെ ആ ഒരു ഫാദറിനെ കാണാനായിട്ട് പോകും. അപ്പോഴേക്കാണ് ആ ഒരു ഫാദർ പറയുന്നത്, നിന്റെ ഫ്രണ്ട് മോണിക്കയല്ലേ, അവളാണ് ഈ അഗതികളായിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള വിവരം എന്നോട് പറയുന്നത്. അതനുസരിച്ചാണ് ഞാൻ ഇവരെ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കൂടാതെ മോണിക്ക മരിക്കുന്നതിന് മുന്നേ കാണാതായിട്ടുള്ള ആളുകളെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് അവൾ തയ്യാറാക്കിയിരുന്നു. അതിൽ ഒരുപാട് പേര് ഈ ഒരു ചർച്ചിൽ താമസിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോ മോണിക്ക ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആളുകളിൽ പകുതി പേരും ഈ ഒരു ചർച്ചിൽ വന്ന് പോയിട്ടുള്ളവരാണ്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഫാദറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഹീറോ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരെല്ലാവരെയും കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അതുമല്ല, കാണാതായിട്ടുള്ള ഓരോരുത്തരും താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അതിന്റെ ലൊക്കേഷൻ എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇപ്പൊ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വീട് മുഴുവനായിട്ടും കാലിയായിട്ട് കിടക്കാണ്. ഒരാൾ പോലും അവിടെ ഇല്ല. അങ്ങനെ ഈ ഒരു വീടുകളുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ ഒരു സിറ്റി ഉണ്ടല്ലോ, അവിടുത്തെ മാപ്പിൽ ഹീറോ മാർക്ക് ചെയ്ത് വയ്ക്കും. അതുമല്ല, കാണാതായവരുടെ ലിസ്റ്റിൽ ലിയോ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് കാണുമ്പോഴത്തേക്കാണ് ഇവന്റെ സഹോദരി ലാറയെ ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് ഫ്രാങ്ക് നേരെ പോകുന്നത് ലാറയുടെ അടുത്തേക്ക്. എന്നിട്ട് ലിയോനെ പറ്റി അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതുപോലെ എൻ്റെ ബ്രദർ കാസ്മയിലെ ഒരു മെറ്റൽ ഫാക്ടറിയാണ് നടത്തിക്കൊണ്ട് പോയിരുന്നത്. അതും കൂടാതെ അത് വിൽക്കാനായിട്ട് കുറെ പേര് അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അവനെ കാണാതായത് എന്നുള്ള കാര്യം ലോറ പറയുന്നതും ഇപ്പോൾ ഫ്രാങ്ക് ആ ഒരു മെറ്റൽ ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ച് അതും ഹീറോ ആ ഒരു മാപ്പിൽ മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെപ്പറ്റിയെല്ലാം നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഹീറോയുടെ വീടിനകത്തേക്ക് ആരും ഒരാൾ കയറി വരുന്നു. അങ്ങനെ ഫ്രാങ്ക് അറിയാതെ പുറകിലൂടെ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറ് ഫ്രാങ്കിന്റെ മുഖത്തേക്ക് ഇട്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഫ്രാങ്ക് ആണെങ്കിലോ കുറെ നേരം അങ്ങനെ പിടഞ്ഞു അവസാനം മരിക്കുന്നത് പോലെ അഭിനയിച്ച് കിടക്കും. അപ്പോൾ അവിടെ വന്നവനാണെങ്കിലോ ഹീറോ മരിച്ചെന്ന് വിശ്വസിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇതിലൂടെ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി, ഹീറോ ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അതാരും മനസ്സിലാക്കിയിട്ട് ഹീറോയെ കൊല്ലാനായിട്ട് വന്നതാണ്, ബാക്കി എല്ലാവരെയും കൊന്നതുപോലെ. പക്ഷെ ഇപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഹീറോ ഇപ്പോൾ അവസാനമായിട്ട് കണ്ടിട്ട് വന്നത് ആ ഒരു ഫാദറിനെയാണ്. അതുകൊണ്ട് ആ ഒരു ഫാദർ തന്നെയായിരിക്കും കൊലയാളി, നമുക്കറിയത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മേയറിന്റെ അച്ഛനെ കാണിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് എന്തോ ഒരു കല്ലെടുത്ത് ഈ മേയറിന്റെ അച്ഛന് കൊടുക്കുന്നു. അപ്പോൾ മേയർ പറയും, ഇതിപ്പോഴാണല്ലേ കിട്ടിയത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു കല്ല് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് കല്ലല്ല, കല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഓക്കെ, ഇത് ഒറിജിനൽ അല്ലേ എന്നും പറഞ്ഞ് മേയറിന്റെ അച്ഛൻ ഒരു UV ലൈറ്റ് എടുത്ത് അതിന് മുകളിലേക്ക് അടിക്കുമ്പോൾ അതിലെന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. അതെന്തോ ഒരു ഡ്രോയിങ് ആണ്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, ഇത് സാധാരണ ഒരു ഡ്രോയിങ് അല്ല, അത് സ്നേക്ക് മിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ മാപ്പാണ്. അപ്പോൾ മേയറിന്റെ അച്ഛൻ പറയും, അപ്പോ ഈ സ്ഥലം റിയൽ ആയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഫ്രാങ്കിനെ കാണിക്കുമ്പോൾ ഇവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ ഹീറോ ആ ഒരു മാപ്പിലെ ഓരോ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതേപോലെയാണ് സ്നേക്ക് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കല്ലിലുണ്ടായിരുന്ന ഡ്രോയിങ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും അന്വേഷിച്ച് പോകുന്നത് ഒരേ കാര്യത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഈ സ്ഥലം എവിടെയാണെന്ന് മാത്രം നമുക്കിപ്പോഴും അറിയത്തില്ല. അതെന്താണെന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്രാങ്ക് നേരെ പോകുന്നത് ലിയോയുടെ ആ ഒരു മെറ്റൽ ഫാക്ടറിയിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആളുകളൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേരുടെ ഷൂസ് അവിടെ കിടപ്പുണ്ട്. നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു ടാങ്ക് ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ടാങ്ക് തുറന്ന് അതിനടിയിലേക്ക് ഇറങ്ങി വന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഒരുപാട് ചാമ്പല് കിടപ്പുണ്ട്. അതുമല്ല, അതിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു കാര്യം, ഫ്രണ്ടായിട്ടുള്ള മോണിക്കുണ്ടല്ലോ, അവളിട്ടിരിക്കുന്ന ആ ഒരു ചെയിൻ ഇതിനകത്ത് കിടക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്നത് പോലെ. വന്നവനാണെങ്കിലോ ആരെയോ അടിച്ച് മുഖത്ത് കവറെല്ലാം ചുറ്റിയിട്ട് ഈ ഒരു ടാങ്കിനകത്തേക്ക് വലിച്ചെറിയും. അതുമല്ല, പെട്ടെന്ന് തന്നെ ആ ഒരു ടാങ്കിനടിയിൽ നിന്നും നല്ല തീ മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു ശരീരം ഇപ്പോൾ കത്തിക്കാൻ തുടങ്ങാണ്. ഇതെന്തോ ഒരു അടുപ്പ് പോലെ. ഇത് കണ്ടത് ഹീറോ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി വരും. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, ഹീറോയെ കൊല്ലാൻ വന്ന അതേ ആ ഒരാള്. കൂടാതെ അവന്റെ കയ്യിൽ തോക്കിരിപ്പുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഹീറോയെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് ഹീറോ പതിയെ ഒരു ഇരുമ്പ് കമ്പി താഴെ നിന്ന് എടുത്തിട്ട് അവൻ അറിയാതെ പുറകിലേക്ക് ചെന്ന് തലക്കിട്ട ഒരു ഒറ്റയടി. എന്നിട്ടാണ് ഹീറോ അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു വെള്ളമുടിക്കാരൻ കൊലയാളി ഉണ്ടല്ലോ, അവനും ഹീറോയുടെ പുറകെ വരുന്നുണ്ട്. പക്ഷെ ഹീറോ ആണെന്ന് വിചാരിച്ച് വേറൊരുത്തനെ ഷൂട്ട് ചെയ്യും.
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രാങ്ക് നേരെ വരുന്നത് പാലസ്റ്റീന എന്ന് പറഞ്ഞ ഒരു ലേഡി റിപ്പോർട്ടിന്റെ അടുത്തേക്ക്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സ്ത്രീയോട് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്റ്റാർട്ടിംഗ് സീനിലെ മേയറിനോട് ഒരു ചോദ്യം ചോദിച്ചാലോ, ആ ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ ഇവർ ജോലി ചെയ്തിരുന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഹീറോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടർ പറയും, ഈ മെറ്റൽ ഫാക്ടറിയിൽ നടന്ന കൊലപാതകങ്ങളുണ്ടല്ലോ, അവിടെ ചുട്ടുചാമ്പലാക്കിയ ആ ഒരു ശരീരങ്ങൾ, അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പോലീസ് ഇല്ലാണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ആ ഒരു മെറ്റൽ ഫാക്ടറിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ടോറസ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ആ ഒരു ഫാക്ടറി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ലിയോ അല്ലേ ഈ ഒരു ഫാക്ടറിയുടെ ഓണർ എന്ന് ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ പറയും, അല്ല ടോറസ് ആണ്, പക്ഷെ അവനെയും ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു തെറ്റ് ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാത്തിനും കണക്ഷൻ അത് തന്നെയാണ്, അതെന്തായാലും നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവും. ഇപ്പോൾ ലിയോ എന്ന് പറഞ്ഞാൽ അവനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ടോറസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഈ കേസിലേക്ക് കൊണ്ടുവരാണ്. പക്ഷെ അയാളെ ഇപ്പോൾ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ റിപ്പോർട്ടറിനോട് ചോദിക്കുമ്പോൾ അവരത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ആ ഒരു മേയറിനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരിടത്ത് വെച്ച് ഇങ്ങനെ കാണുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹീറോയിന് മോണിക്ക മരിച്ച ആ ഒരു വിഷമം മാറിയിട്ടില്ല. അതിലവൾ വിഷമിക്കുമ്പോൾ ആ ഒരു മേയർ അവളെ കെട്ടിപ്പിടിച്ച് ഏയ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കും. പക്ഷെ ഇവിടെ ഈ മേയറിനെ കാണുമ്പോൾ നമുക്കൊരു സംശയം, ഇവൻ ഇനി ഹീറോയിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇങ്ങനെ അവളെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ഫ്രാങ്കിനെ കാണിക്കുമ്പോൾ ടോറസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കേസ് അന്വേഷിക്കുന്ന ആ ഒരു ഡിറ്റക്റ്റീവിനെ ഹീറോ പോയി കാണുകയാണ്. അപ്പോഴാണ് ആ ഡിറ്റക്റ്റീവ് പറയുന്നത്, ഇതുപോലെ ടോറസിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ലാൻഡ് വാങ്ങാൻ വേണ്ടി ഒരുപാട് പേര് അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു, അതിനുശേഷമാണ് ടോറസിനെ കാണാതായത് എന്നുള്ള കാര്യം ആ ഒരു ഡിറ്റക്റ്റീവ് പറയും. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ടോറസിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ആ ഒരു സ്ഥലം വാങ്ങി ആ ഭാര്യയ്ക്ക് പണം കൊടുക്കാതെയാണ് അവർ മുങ്ങിക്കളഞ്ഞത്. അതുമല്ല ആ ഒരു സ്ഥലം വാങ്ങിയവർ ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ ടോറസിന്റെ പേര് വെച്ച് അവർ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഇടങ്ങളിലും വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഓ അങ്ങനെയാണെങ്കിൽ ലിയോയുടെ ആ ഒരു മെറ്റൽ ഫാക്ടറിക്ക് ഓണർ ടോറസ് ആണെന്നുള്ള കാര്യം. ഓ അപ്പോൾ അങ്ങനെയാണ് ലിയോയുടെ ആ ഒരു മെറ്റൽ ഫാക്ടറിയുടെ ഓണറായിട്ട് ടോറസിനെ കാണുന്നത്. കൂടാതെ ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് ടോറസിന്റെ പേരിലുണ്ട്. ഇതെല്ലാം ഇനി കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും, അതെ മാഡം, ഞാൻ എന്തായാലും നടക്കുന്ന എല്ലാ തെറ്റുകളും കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ പബ്ലിഷ് ചെയ്യും എന്ന് വാക്കുകൊടുത്ത നമ്മുടെ ഫ്രാങ്ക് ഈ ഒരു ഡിറ്റക്റ്റീവ് തന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് വീണ്ടും ആ ഒരു മാപ്പിൽ പലയിടങ്ങളിലായിട്ട് മാർക്ക് ചെയ്യാണ്. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊരു റൗണ്ടിനകത്താക്കുമ്പോഴത്തേക്കും ഇതെല്ലാം നടക്കുന്നത് ആ ഒരു ഫാദറിന്റെ ചർച്ച് ഉണ്ടല്ലോ അതിന്റെ പരിസരങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാദറും ആളുകൾ കാണാതാവുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ നേരെ ആ ഒരു ഫാദറിനെ കാണാൻ വേണ്ടി അയാളുടെ ചർച്ചിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ഫാദർ ഈ ചർച്ചിന്റെ പുറകു വശത്തോടെ ഉള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രാങ്കും ആ ഒരു ഫാദറിനോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങും. അപ്പോൾ ഈ ഒരു ചർച്ചിന്റെ ബേസ്മെന്റിലേക്കാണ് ആ ഒരു വഴി പോകുന്നത്. പിന്നെ അതുവഴി താഴേക്ക് പോകുമ്പോൾ ഒരു ടണൽ പോലെ കുറേ ദൂരം ഉള്ളിലേക്ക് പോകുന്നു. ഫ്രാങ്ക് ആ ഒരു ഫാദറിനെ ഫോളോ ചെയ്ത് തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം നടന്ന് അവസാനം അത് അവസാനിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ അരുവി പോലെ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു. അത് ഫ്രാങ്ക് എടുത്ത് കുടിച്ചു നോക്കുമ്പോഴത്തേക്കും അത് നല്ല വെള്ളമാണ്. അപ്പോൾ ഫ്രാങ്ക് വിചാരിക്കും, അല്ല ഇതുപോലെയുള്ള നല്ല വെള്ളം ഇവിടെ എങ്ങനെ വന്നു എന്ന് വിചാരിച്ച ഹീറോ അവിടെ ഇരിക്കുന്നതും ഇപ്പം ആ ഒരു ഫാദർ അകത്തേക്ക് കയറി വന്നിട്ട്, അല്ല ഫ്രാങ്ക് നീ എങ്ങനെ ഇവിടേക്ക് വന്നേ? അപ്പോൾ ഫ്രാങ്ക് ചോദിക്കും, ഫാദർ ഇവിടെ എന്താ നടക്കുന്നത്, എനിക്ക് സത്യം അറിഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ആ ഫാദർ ഒരു സത്യം പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒഴുകുന്ന ഈ ഒരു വെള്ളമില്ലേ, ഇതാണ് ഈ സിറ്റിയിലെ അവസാനത്തെ വാട്ടർ സോഴ്സ്. കൂടാതെ ഈ വെള്ളത്തിന് മറ്റുള്ളവരുടെ അസുഖം ഭേദമാക്കാനുള്ള ഒരു കഴിവും കൂടിയുണ്ടെന്ന് പറയുന്നതും ഈ ഫാദർ പറയും, ഈ സത്യം വേറെ ആരും അറിയാതെ ഞാൻ ഇത്രയും കാലം ഇത് കാത്തു സൂക്ഷിക്കായിരുന്നു പറയുമ്പോൾ ഫ്രാങ്ക് പറയും, ഇല്ല ഫാദർ, ഫാദറിനെ തെറ്റി, ഈ സത്യം അറിയാവുന്ന വേറെ ആരും ഉണ്ട്, അതറിഞ്ഞ ആളാണ് ഈ ചർച്ചിന് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങളും വാങ്ങിയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം കൊല്ലുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത ടാർഗറ്റ് ഫാദർ നിങ്ങളാണ്, അവർക്ക് ആവശ്യം വേറെ ഒന്നുമല്ല ഈ വെള്ളമാണ് എന്ന് ഹീറോ പറയുന്നതും ഫാദർ പറയും, ഇല്ല അതൊരിക്കലും നടക്കാൻ പാടില്ല, കാരണം ഈ വെള്ളം ചെന്ന് ചേരേണ്ടത് ജനങ്ങൾക്കാണ്. അപ്പോൾ ഹീറോ പറയും, ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല, കാരണം അധികാരം കയ്യിലുള്ളവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് അവരെ എതിർക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇതിലൂടെ തന്നെ നമ്മുടെ ഫാദർ ഒരു നല്ല മനുഷ്യനാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം മറ്റാർക്കും കാണിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ച് ഇവിടെ വെച്ചിട്ട് കുറേശ്ശെയായിട്ട് കുറച്ച് ആളുകൾക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു കൊലയാളി അതാരാണെന്ന് അറിയണ്ടേ? അത് വേറെ ആരുമല്ല, മേയറിന്റെ അച്ഛൻ. എന്താണെന്ന് കാണിക്കുമ്പോൾ അയാളുടെ ദേഹത്ത് മുഴുവനായിട്ടും എന്തോ ഒരു അസുഖം ഉള്ളതുപോലെ ആ മുറിവിലിടാൻ വേണ്ടി ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം. അപ്പോൾ ആ ഒരു വെള്ളം ഉള്ളതോ ഈ ചർച്ചിനടിയിലെ. അപ്പോൾ ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് മേയറിന്റെ അച്ഛൻ ഇത്രയും പേരെ കൊല്ലുന്നത്. കാരണം ആ സ്ഥലങ്ങളെല്ലാം മേയർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും സുലഭമായിട്ട് ആ ഒരു നല്ല വെള്ളം മേയറിന് എടുക്കാൻ കഴിയും. അതുപോലെ ഇപ്പോൾ നമ്മുടെ മേയറിനെ കാണുമ്പോഴത്തേക്കും മേയറിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഈ ഭൂമിക്കടിയിലുള്ള വെള്ളം ഒരിക്കലും ആ ഒരു
സ്ഥലം കയ്യിലുള്ള ആ ഒരാൾക്കല്ല, അത് ഗവൺമെന്റിന് സ്വന്തമാണ് എന്നുള്ള പുതിയൊരു റൂള് നീ എന്തായാലും ഇറക്കണം എന്ന് മേയറിനോട് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഇറക്കിയാൽ മാത്രമേ മേയറിന്റെ അച്ഛനെ ഈ സ്ഥലങ്ങളെല്ലാം സ്വന്തമാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനടിയിലുള്ള ആ ഒരു വെള്ളവും എടുക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ടെസ്റ്റ്. ഈ മേയർ പറയും, അച്ഛൻ്റെ ഈ ഒരു ഫാന്റസിയെല്ലാം എത്ര പേരായി ഇനി കൊല്ലാൻ പോകുന്നേ എന്ന് പറയുന്നത് നമ്മുടെ മേയറും കൂടി അറിഞ്ഞിട്ടാണ് ഇത്രയും പേരെ ഈ കൊന്നിട്ടുള്ളത്. അപ്പോൾ മേയറിന്റെ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ അസുഖം ഭേദമാവണം, അതുമല്ല ഇനിയും കുറേ കാലം കൂടി എനിക്ക് ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മേയർ വിചാരിക്കുന്നത് എന്താണ്? സ്വന്തം അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടത് മതി, ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്നാണ് അവൻ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് മേയറിനിട്ട് അവൻ്റെ അച്ഛൻ തന്നെ ഒരു പണി കൊടുക്കുന്നത്. എന്താണെന്നല്ലേ, ഹീറോയിനായിട്ടുള്ള ആ ഒരു ലവ് മാറ്റർ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഇവർ രണ്ടിനും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഇത് വെളിയെ ഞാൻ പബ്ലിഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണമെന്ന് പറയുന്നതും. ഇപ്പോൾ ഇലക്ഷൻ ടൈം അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മേയറിന് തൻ്റെ അച്ഛനെ എതിർത്തൊന്നും ചെയ്യാനും കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ നമ്മുടെ ഫ്രാങ്ക് ആ ഒരു റിപ്പോർട്ടർ ലേഡിയോട് പറയും, മേയറിനെ പറ്റിയുള്ള എല്ലാ വിവരവും ഇപ്പം തന്നെ പബ്ലിഷ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു റിപ്പോർട്ടർ പറയും, സോറി ഞങ്ങളുടെ കയ്യിൽ തെളിവുകളില്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഇങ്ങനൊരു നിയമം മേയർ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിനുള്ള കാരണം അവൻ്റെ അച്ഛനാണെന്ന് നാട്ടിലുള്ളവർ മനസ്സിലാക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ ഇപ്പോൾ തൻ്റെ മനസ്സ് മാറ്റിയതുപോലെയാണ് ഹീറോയോട് സംസാരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് മടിക്കുന്നത് പോലെ. ഇതിലൂടെ ഇപ്പോൾ ഹീറോ വിചാരിക്കുന്നത് ഈ റിപ്പോർട്ടർ ലേഡിയും മേയറിൻ്റെ ആളായിരിക്കാം, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ തടയാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ്. പക്ഷെ ഹീറോ ഒരിക്കലും പിന്മാറാനായിട്ട് തയ്യാറല്ല. ഫ്രാങ്ക് പറയും, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള മോണിക്കയ്ക്ക് ഇതുപോലെ ഒരു അനീതി നടന്നിട്ട് ആ മേയറിനെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല, അവന് ഞാൻ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു മേയറിനെ ഹീറോ ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ മേയർ അറിയാതെ മേയറിനെ ഫ്രാങ്ക് ഫോളോ ചെയ്യുമ്പോഴത്തേക്കാണ് മേയറും നമ്മുടെ ഹീറോയിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ കാര്യം ഹീറോ മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയതും പോരാഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് അറിയോ? ഈ മേയറിനെ സഹായിക്കാനായിട്ട് ഹീറോയിനുണ്ട്, അവരുടെ ആളാണ് ഹീറോയിൻ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഫ്രാങ്ക് നേരെ അവളുടെ മുന്നിലേക്ക് ചെന്നിട്ട്, ഹോ അപ്പോൾ നിന്റെ ഫ്രണ്ടിനെ കൊന്നവനായിട്ടാണോ നീ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളത്? നീ അവരുടെ ആളാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വെച്ചാണ് ഹീറോയിന് മനസ്സിലാവുന്നത് മോണിക്കയുടെ മരണത്തിൽ ഈ മേയറിനും എന്തോ ഒരു പങ്കുണ്ടെന്ന്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ മേയറാണോ ഇവരെല്ലാം അവരെ കൊന്നതെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല, അത് ഈ മൂവിയിൽ കാണിക്കുന്നില്ല. എന്തായാലും മേയറിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അങ്ങനെ മേയറിനെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങൾ ഹീറോയിൻ മനസ്സിലാക്കുന്നതും അവൻ കൊടുത്ത ആ ഒരു മാസ്ക് ഉപയോഗിക്കാതെ ഹീറോയിൻ ആ ഒരു റെസ്ലിംഗ് മാച്ച് ഉണ്ടല്ലോ അതിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ഈ ഫൈറ്റിലും ഹീറോയിൻ ജയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ മേയറിന്റെ വീട്ടിൽ എന്തോ ഒരു ഇലക്ഷൻ ഫംഗ്ഷൻ നടക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ ഹീറോ പോകുന്നു. അതുപോലെ അവിടെ വെച്ചിട്ട് മേയറിന്റെ അച്ഛൻ മറ്റാരും കാണാതെ നമ്മുടെ ഫ്രാങ്കിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് അടുത്തൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത്, പക്ഷെ അതൊരിക്കലും മേയറല്ല ചെയ്തിട്ടുള്ളത്, മേയറിന്റെ അച്ഛനാണെന്ന്. അതുമല്ല മേയറിന്റെ അച്ഛനോട് കുറേ നേരം സംസാരിച്ച് അയാളുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതും ഇത് നമ്മുടെ ഹീറോ മേയറിന്റെ അച്ഛൻ അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോ അവിടെ നിന്ന് പെട്ടെന്ന് ഈ ഒരു മീറ്റിംഗിൽ വന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി, ഏയ് നിങ്ങൾക്കൊരു സത്യം അറിയുമെന്നും പറഞ്ഞ് ആ ഒരു ടേപ്പ് റെക്കോർഡർ എടുത്ത് അത് പ്ലേ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരോ ഒരാൾ തട്ടി താഴേക്കിടുന്നു. അപ്പോഴേക്കും ആ ഒരു ടേപ്പ് റെക്കോർഡർ നമ്മുടെ ഹീറോ കാണാതെ ആ ഒരു മേയർ എടുത്ത് കയ്യിൽ വയ്ക്കും. എന്നിട്ടാണ് മേയറിന്റെ അച്ഛൻ മേയറിനെ വിളിച്ചിട്ട്, ദേ ഫ്രാങ്കില്ലേ റിപ്പോർട്ടർ, അവൻ എല്ലാ സത്യങ്ങളും മനസ്സിലായി തുടങ്ങി, അതുകൊണ്ട് അവൻ ഇനി ജീവനോടിരിക്കാൻ പാടില്ല, അവൻ മരിച്ചേ മതിയാവുള്ളെന്ന് പറയുമ്പോൾ മേയർ പറയും, അതിനവനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ, അവനോട് ഞാൻ സംസാരിച്ചവനെ തിരുത്താന്ന് പറയുന്നതും മേയറിന്റെ അച്ഛൻ പറയും, ഇല്ല അതൊരിക്കലും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം എന്ന് നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് പറയാതെ പറഞ്ഞു കൊടുക്കാണ് മേയറിന്റെ അച്ഛൻ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ മേയറിന്റെ ആളുകൾ നമ്മുടെ ഫ്രാങ്കിനെ പിടിച്ചു, എന്നിട്ട് അതേ മെറ്റൽ ഫാക്ടറിയിലേക്ക് ഹീറോയെ കൊണ്ടുവന്ന് കെട്ടിയിടും. ഈ സമയത്ത് നമ്മുടെ മേയർ ആണെങ്കിലോ ഹീറോയിനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് മേയർ പറയുന്നത്, നീ വിചാരിക്കുന്ന പോലെയല്ല, മോണിക്കയുടെ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ല, എൻ്റെ അച്ഛനായിരിക്കണം ഇത് ചെയ്തത്, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ അതിനാദ്യം സമ്മതിക്കത്തില്ല. അപ്പോഴേക്കാണ് ആ ഒരു മേയർ ഹീറോയുടെ ആ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയിനെ കാണിക്കുന്നതും ഹീറോയിൻ ചോദിക്കും, അല്ല ഫ്രാങ്ക് എവിടെ, അവൻ എവിടെ നിങ്ങൾ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് വീണ്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ടെസ്റ്റ്. ഇപ്പം ആ ഒരു മേയറിൻ്റെ കയ്യിൽ തോക്കിരിപ്പുണ്ട്. ഹീറോയിനെയും കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണ് മേയർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ എന്തോ നമ്മുടെ ഹീറോയിൻ ഒരു ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇവിടെ ആ ഒരു മെറ്റൽ ഫാക്ടറിയിൽ കാണിക്കുമ്പോൾ ഹീറോയെ കൊല്ലാൻ വന്നവനും ഹീറോയും ഒരുമിച്ച് ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് ആ ഒരുത്തിനെ അടിച്ചു കളഞ്ഞ് ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ മുകളിലേക്ക് വരികയാണ്. അതേസമയം ഇവിടെ നമ്മുടെ മേയറിനെ ആണെങ്കിലോ ഒരു ബോക്സ് കട്ടർ ഉണ്ട്, അത് വെച്ചിട്ട് ഈ ഒരു മേയറിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട് അങ്ങനെ മേയർ താഴെ വീഴുന്നത് മേയറിന്റെ പോക്കറ്റിൽ നിന്നും
ആ ഒരു ടേപ്പ് റെക്കോർഡറും ഹീറോയിൻ ഇപ്പോൾ എടുത്ത് കയ്യിലേക്ക് വയ്ക്കും. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഒരു വേദിയിലെ എല്ലാ കേസും അവസാനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നമ്മുടെ ഫ്രാങ്കിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ കുറച്ചു നേരം ഇവർ രണ്ടുപേരും ഒന്ന് സംസാരിച്ച് ഇപ്പോൾ ഹീറോയിൻ ഫ്രാങ്കിനോട് പറയുന്നുണ്ട്, മരിച്ചുപോയ നമ്മുടെ ഫ്രണ്ട് മോണിക്ക നിങ്ങളെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കും എന്നെല്ലാം കുറച്ച് ഇമോഷണലായിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആ ഒരു എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടുവന്ന് റിപ്പോർട്ടറായിട്ടുള്ള ആ ലേഡി ഉണ്ടല്ലോ അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കേസെല്ലാം അവസാനിച്ച് നമ്മുടെ ഹീറോയ്ക്ക് അതേ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ജോലി കിട്ടുന്നത്. കൂടാതെ മേയറിന്റെ അച്ഛനുണ്ടല്ലോ അയാൾക്കും ചെയ്ത കുറ്റത്തിനുള്ള ആ ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതുമല്ല ആ ഒരു ചർച്ചിനടിയിലെ വെള്ളവും ഈ സിറ്റിയിലുള്ള ജനങ്ങൾക്കാണെന്ന് ആ ഒരു ഫാദറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം എന്തായാലും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഹീറോ ആ ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ തൻ്റെ വീട്ടിലിരിക്കുന്നത്. അതുമല്ല അവൻ്റെ ഫ്രണ്ട് മോണിക്ക മരിക്കുന്നതിന് മുന്നേ ഈ സിറ്റിയെ പറ്റിയുള്ള ഒരു കാര്യം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിരുന്നു. അതെടുത്ത് ആ റൂമിൽ വെച്ചിട്ട് ആരോ ഒരാൾ വായിക്കുന്നതും. ഇതോടെ ഇൻഫെസ്റ്റോ എന്ന് പറഞ്ഞ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.